ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധനോടും ഭാര്യയോടും കുഞ്ഞമ്മ എല്ലാ വിഷമങ്ങളും പങ്കുവെക്കുകയാണ്. ചെറുമകനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചെറുമകനെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ചെറുമകൻ എൻ്റെ കിടപ്പാടം വരെ നഷ്ടപ്പെടുത്താനാണ് ഇപ്പോൾ നോക്കുന്നത്. അവനിപ്പോൾ എൻ്റെ ആധാരം, എൻ്റെ വീടിൻ്റെ ആധാരമാണ് അവനിപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവനെ പേടിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവനിനി എന്തെങ്കിലും കേസിൽ അകപ്പെട്ട് അകത്ത് പോയാൽ മാത്രമാണ് എനിക്കിനി എൻ്റെ വീട്ടിലേക്ക് പോവാൻ കഴിയുകയുള്ളൂ. മുരുകൻ ഇപ്പോൾ എൻ്റെ കിടപ്പാടം ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവൻ കാരണമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കിടപ്പാടം വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ആരുടെയും കയ്യിൽ അകപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ ഭക്ഷണം എടുക്കാൻ വേണ്ടി കുഞ്ഞമ്മ പറഞ്ഞ ശേഷം പോവുകയാണ് കേട്ടോ. അപ്പോൾ സുധനും ഭാര്യയുമാണെങ്കിൽ ഒട്ടകത്തിന് ഇടം കൊടുത്തത് പോലെ ആകുമോ കുഞ്ഞമ്മയെ ഇവിടെ കയറ്റി താമസിപ്പിച്ചാൽ ഉണ്ടാവുക എന്നുള്ള പേടിയിലാണ് കേട്ടോ അവർ രണ്ടുപേരും ചിന്തിച്ചു കൂട്ടുന്നത്. പിന്നീട് സത്യൻ രാവിലെ എണീറ്റ് പേപ്പർ വായിക്കുന്ന സമയത്താണ് അവിടേക്ക് ഇന്ദ്രൻ വരുന്നത്. അപ്പോൾ ഇന്ദ്രന് സത്യൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ ഒരു ചമ്മലോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ സത്യനാണെങ്കിലോ ഇന്ദ്രനെ കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് എണീറ്റ് പേപ്പർ ഇന്ദ്രൻ്റെ കയ്യിലും കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ സത്യനെ അങ്ങ് വിളിക്കുകയാണ്. സത്യൻ, നീ ഒന്ന് പോവല്ലേ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ എന്താണ് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നിന്നോട് പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറയുകയാണ്. ഞാൻ മനഃപൂർവ്വമല്ല പ്രതിഭയെ അടിച്ചത്. നീ അമ്മയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ നിന്നെ അടിച്ചതാണ്. അപ്പോൾ അറിയാതെ പ്രതിഭയുടെ മുഖത്ത് കൊണ്ടതാണ്. ഞാൻ നിന്നോടും പ്രതിഭയോടും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയട്ടോ. അപ്പോൾ സത്യം പറയണേ, ഇത് തന്നെയാണ് ഏട്ടൻ്റെ പ്രശ്നം. ഏട്ടൻ ആവശ്യമില്ലാത്തിടത്ത് കൊണ്ടുപോയി തല വെച്ച് കൊടുക്കും. അത് തന്നെയാണ് ഏട്ടൻ്റെ പ്രശ്നം. ഇപ്പോൾ എന്നോടും പ്രതിഭയോടും ക്ഷമ പറയേണ്ട ഒരു ആവശ്യവുമില്ല. പ്രതിഭ ഈ അടി കൊണ്ടു എന്ന് കരുതിയിട്ട് ഏട്ടനോട് അവൾക്ക് ഒരു പിണക്കവുമില്ല. അവൾ ഇതിൻ്റെ പേരിൽ കേസ് കൊടുക്കാനൊന്നും പോകുന്നുമില്ല. അവളുടെ ഭർത്താവിനെ അടിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ സ്നേഹമുള്ള ഏതൊരു ഭാര്യയും ചെയ്യുന്നത് തന്നെയാണ് അവളും ചെയ്തത്. എന്നെ അടിച്ചപ്പോൾ അവൾ അടുത്ത അടി എന്നെ അടിക്കുന്നത് കണ്ടപ്പോൾ അവൾ അത് ഏറ്റുവാങ്ങിയതിൽ അവൾക്കതിന് ഒരു കുഴപ്പവുമില്ല. അവൾക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ മനസ്സ് തന്നെയാണ് പ്രതിഭയുടേത്. പക്ഷേ ഏട്ടൻ ഒരു കാര്യം ചിന്തിച്ചോ, ഏട്ടൻ്റെ മാത്രം അമ്മയല്ല, അത് എൻ്റെ കൂടി അമ്മയാണ്. അമ്മയുടെ ഭാഗത്ത് അനാവശ്യമായ കാര്യങ്ങൾക്കാണ് ഏട്ടൻ അമ്മയുടെ കൂടെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്നത്. അമ്മയുടെ തെറ്റ് കണ്ട് അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഏട്ടൻ ഇന്നലെ പ്രതിഭയെ അടിച്ചത് അറിയാതെ ചെയ്തതാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ അതുപോലെ തന്നെയാണ് ഏട്ടത്തിയും അമ്മയെ അടിച്ചത്. അബദ്ധത്തിൽ തന്നെയാണ് ഏട്ടത്തി അമ്മയെ അടിച്ചത്. പക്ഷെ ഇന്ദ്രേട്ടൻ അത് മനസ്സിലാക്കുന്നില്ല. ഏതോ ഒരുത്തിയെ അടിക്കേണ്ട അടി അമ്മ അത് മുഖം വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അമ്മയ്ക്ക് ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയത്. എന്നിട്ട് ഏട്ടൻ അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇന്ദ്രന് കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ ഇന്ദ്രൻ പറയാണ്, അമ്മയുടെ കാര്യം വിട് സത്യ എന്ന് പറയുമ്പോൾ, അമ്മയുടെ കാര്യം എങ്ങനെ വിടും ഏട്ടാ? അമ്മ ഉണ്ടായിട്ടല്ലേ നമ്മളെല്ലാവരും ഉള്ളൂ. അമ്മയിൽ നിന്നുമാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് തന്നെ. പിന്നെ എന്തിനാണ് വെറുതെ അമ്മയെ ഒഴിവാക്കുന്നത്? അതുകൊണ്ട് ഈ കുടുംബത്തിൽ അമ്മയെ ഒഴിവാക്കിയിട്ട് ഒരു ചർച്ചയും നടക്കില്ല എന്നും പറഞ്ഞ് സത്യൻ അവിടെ നിന്നും മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇന്ദ്രൻ വീണ്ടും സത്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, നീ എന്താ സത്യ, ഞാൻ അബദ്ധത്തിൽ പ്രതിഭയെ തല്ലിയതും അനുപമ അമ്മയെ തല്ലിയതും കൂടി ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്? നീ എന്താ അനുപമയെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ്? അത് ഏട്ടാ, അബദ്ധം ആർക്കും പറ്റും. ഏട്ടന് പറ്റിയാൽ അത് ക്ഷമിക്കണമെന്നും ഏട്ടത്തിക്ക് പറ്റിയാൽ അത് ക്ഷമിക്കാൻ പാടില്ല, നാട്ടിലെങ്ങുമില്ലാത്ത ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് സത്യ, പ്രതിഭയെ പോലെയാണോ അമ്മ? അമ്മയെ അബദ്ധത്തിൽ പോലും അനുപമ കൈവയ്ക്കാൻ പാടില്ല, അമ്മയെ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയണ, അത് ഏട്ടന് അമ്മയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് തോന്നുന്നതാണ്. എന്റെ കണ്ണിൽ ഏട്ടനാണ് ഏറ്റവും കൂടുതൽ തെറ്റു പറ്റിയിട്ടുള്ളത്. ഏട്ടത്തിക്ക് പറ്റിയതിനേക്കാളും കൂടുതൽ തെറ്റ് ഏട്ടനാണ് പറ്റിയത്. കാരണം പ്രതിഭ ഇന്നലെ കല്യാണം കഴിഞ്ഞു വന്ന പെൺകുട്ടിയാണ്. അതിനിടയ്ക്ക് ഭർത്താവിന്റെ ഏട്ടന്റെ അടി കൊണ്ട് ബോധം കെട്ട് വീഴുക എന്ന് പറഞ്ഞാൽ അത് നിസാര കേസൊന്നുമല്ല. ഏട്ടൻ ആദ്യം ഒന്ന് സ്വസ്ഥമായിരുന്ന് ആലോചിച്ചു നോക്ക്. ഏട്ടത്തിയോട് ക്ഷമിക്കാൻ കഴിയാത്ത ഏട്ടന് പ്രതിഭയോട് ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്ന്. എന്നിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം എന്നും പറഞ്ഞ് സത്യൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇന്ദ്രൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് പ്രതിഭ ചായയുമായിട്ട് വരുന്നത്. അങ്ങനെ ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ പ്രതിഭയ്ക്ക് ഇന്ദ്രന് ചായ കൊടുക്കാൻ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പ്രതിഭ അവിടെ ചെന്നിട്ട് ഇന്ദ്രേട്ട ഇതാ ചായ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രന് പ്രതിഭയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ഒരു ചെറിയ മടി വരികയാണ്. എന്നിട്ട് ചായ വാങ്ങിയ ശേഷം പ്രതിഭയോട് പറയാണ്, സോറി പ്രതിഭ, അപ്പോഴത്തെ ദേഷ്യത്തിന് കണ്ണ് കാണാതെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി, എന്നോട് ഒന്നും തോന്നരുത് എന്ന് പറയട്ടോ. അപ്പോൾ പ്രതിഭ പറയാണ്, അയ്യോ ഇന്ദ്രേട്ട, ഞാൻ അത് അപ്പോഴേ വിട്ടു, എൻ്റെ പ്രക്ഷോഭേട്ടൻ അടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന് പറയും.
പറയുമ്പോൾ സുശീല അവിടേക്ക് വരികയാണ്. എന്നിട്ട് സുശീല അങ്ങ് പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, ഓ പിന്നെ നീ അത്ര മര്യാദക്കാരിയായിട്ടൊന്നും അഭിനയിക്കേണ്ട. ഇന്നലെ ഇന്ദ്രൻ അവന്റെ അനിയനെ അടിച്ചപ്പോൾ നീ മനഃപൂർവ്വം അതിലേക്ക് വീണതല്ലേടി. ഇന്നലെ രണ്ടുപേരും കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അനുപമ എന്നെ അടിച്ചത് അബദ്ധമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരും ഇന്നലെ അഭിനയിച്ചത്. ത്തേക്കും ഇത് കേട്ടും കൊണ്ട് സോന അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് സോന പറയണ, അങ്ങനെയാണെങ്കിൽ ഈ നാടകത്തിൽ ഇന്നലെ അഭിനയിച്ചു എന്ന് പറഞ്ഞില്ലേ അമ്മ, അതിൽ ഇന്ദ്രേട്ടന് കൂടി പങ്കുണ്ടായിരിക്കണം. സത്യേട്ടനും പ്രതിഭയും ഇന്നലെ ഇവിടേക്ക് വരുമ്പോൾ ഇന്ദ്രേട്ടൻ ഇവിടെ ഉണ്ടായിരിക്കുകയും അത് കഴിഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും അതിലേക്ക് പ്രതിഭ ഇടപെടുകയും എന്നിട്ട് ഇന്ദ്രേട്ടൻ സത്യേട്ടനെ അടിക്കുകയും അത് കഴിഞ്ഞ് സത്യേട്ടനെ വീണ്ടും ഇന്ദ്രേട്ടൻ അടിക്കുമ്പോൾ പ്രതിഭ അതിൽ ഇടപെട്ട് ഇന്ദ്രേട്ടന്റെ കയ്യിൽ നിന്നും പ്രതിഭ ആ അടി വാങ്ങിയതും എല്ലാം എന്ന അമ്മ പറഞ്ഞതുപോലെ മുൻകൂട്ടി തയ്യാറാക്കിയ നാടകം തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് നന്നായി ഇന്ദ്രേട്ട, കാരണം ഏട്ടത്തിക്ക് കയ്യബദ്ധം പറ്റിയതാണെന്നുള്ളത് നമ്മുടെ അമ്മ സമ്മതിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റുമെന്നുള്ളത് ഏട്ടൻ ഇന്നലെ അമ്മയുടെ മുന്നിൽ കാണിച്ചു കൊടുത്തല്ലോ. അപ്പോ ഇന്ദ്രൻ സോനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, സോനെ നീയും സത്യനും അനുപമയെ രക്ഷിക്കാൻ വേണ്ടി വല്ലാതെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അത് വേണ്ട. പ്രതിഭ എന്റെ അനിയത്തിയാണ്. പ്രതിഭയുടെ ദേഹത്ത് എന്റെ കൈ അറിയാതെ കൊണ്ടതുപോലെയല്ല അമ്മയുടെ ദേഹത്ത് അനുപമയുടെ മരുമകളുടെ കൈ കൊള്ളുന്നത്. അതിന് നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. എന്റെ അമ്മ അനുപമയോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഒരിക്കലും ഇന്ദ്രന്റെ ജീവിതത്തിൽ അനുപമയോട് ക്ഷമിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ദ്രൻ അകത്തേക്ക് പോകുന്നത്. അങ്ങനെ സുശീല സോനയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പരിഹാസത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. നീയൊക്കെ എത്ര തന്നെ കളിച്ചിട്ടും കാര്യമില്ല, ഞാൻ പറയുന്നതിനും അപ്പുറം എൻ്റെ മകൻ ആരോടും ഒന്നും ചെയ്യില്ല എന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് സോനയെ ഒന്ന് തുറിച്ചു നോക്കിയ ശേഷം സുശീല അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് സച്ചി സാറും ഗോകുലും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി സാറിനോട് പറയുകയാണ്, ഗോകുൽ 2 ദിവസത്തേക്ക് ഞാൻ കമ്പനിയിലേക്ക് വരുന്നില്ല അച്ഛ എന്ന് പറയുമ്പോൾ അതെന്തു പറ്റി എന്ന് ചോദിക്കാൻ കേട്ടോ. എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിനു വേണ്ടി ഞാൻ പുറത്തു പോവുകയാണെന്ന് പറയാണ്. അപ്പോഴത്തേക്കും അവിടെ ഇന്ദുവും സാവിത്രിയും കൂടി വരികയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദു ചോദിക്കുന്നുണ്ട്, അതെന്താ രാഹുലിനെ അന്വേഷിച്ചു പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ആരെയും പിടിച്ചോണ്ട് ഇവിടേക്ക് കൊണ്ടുവരണ്ട എന്ന് പറയട്ടോ. അങ്ങനെ പിടിച്ചോണ്ടൊന്നും വരില്ലടി, അവൻ ഇങ്ങോട്ട് സ്വയമേ വന്നോളൂ, അങ്ങനെ പിടിച്ചോണ്ട് വരാനൊന്നും ഞാൻ നിൽക്കില്ല എന്ന് പറയട്ടോ. പക്ഷേ ഗോകുൽ അന്വേഷിച്ചു പോകുന്നത് രാഹുലിനെ തന്നെയായിരിക്കും. രാഹുൽ എന്തിനാണ് പോയത് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗോകുൽ പോകുന്നത്. പക്ഷേ വീട്ടിലുള്ളവരെ അറിയിക്കാതെ അത് ഇന്ദുവിന് വിഷമമാവും എന്ന് കരുതിയിട്ടാണ് ഗോകുൽ അക്കാര്യം പറയാതിരിക്കുന്നത്. അങ്ങനെ ഇന്ദു ചോദിക്കുകയാണ്, അല്ല ഏട്ടാ ഇനി മഞ്ചാടിയെ കാണാൻ വേണ്ടി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താടി 2 ദിവസം എടുക്കുന്നത്, മഞ്ചാടിയുടെ കോളേജിലേക്ക് പോയി അരമണിക്കൂർ സംസാരിച്ചപ്പോൾ. അല്ല ഗോകുലേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ നിശ്ചയത്തിന്റെ മുന്നേ മഞ്ചാടിയെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ളത്, മഞ്ചാടി ഇനിയും ഇതിൽ നിന്ന് പിന്മാറുമെന്ന് കരുതിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ ഇന്ദു നിനക്ക് തോന്നുന്നുണ്ടോ മഞ്ചാടി പിന്മാറുമെന്നുള്ളത്? അപ്പോൾ സച്ചി സാറ് പറയണേ, എന്തായാലും നിങ്ങളുടെ തമ്മിലുള്ള നിശ്ചയം ഇപ്പോഴൊന്നും നടക്കില്ല, ഇപ്പോൾ മാഷ് നല്ല പ്രശ്നത്തിലാണെന്ന് പറയുമ്പോൾ, അതെന്താ അച്ഛാ എന്ന് ഗോകുൽ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദയയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അനുപമയും ഇന്ദ്രനും തമ്മിൽ വല്ലാത്ത പ്രശ്നത്തിലാണ്, അവർ തമ്മിൽ പിരിയുന്ന വക്കിലാണ് എന്നുള്ള കാര്യമൊക്കെ സച്ചി സാറ് പറയുകയാണ്. അതുപോലെ ദയയാണെങ്കിൽ ഒരു കേസിൽപ്പെട്ട് ഇപ്പോൾ മാനസിക കേന്ദ്രത്തിലാണ്, അവളെ രക്ഷിക്കാൻ വേണ്ടി ശബരി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ മാഷിന്റെ വീട്ടിലുള്ളവർ എല്ലാവരും വല്ലാത്തൊരു സങ്കടത്തിലാണ് എന്ന് പറയാണ്. അത് കേൾക്കുന്ന സാവിത്രി പറയാണ്, ഇവരുടെയൊക്കെ സങ്കടവും പ്രയാസവും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നമൊന്നും ഒന്നുമല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. അത് കേൾക്കുന്ന സമയത്ത് ഗോകുൽ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതിലും വലിയ പ്രശ്നമാണ് ഇനി ഈ വീട്ടിൽ വരാനിരിക്കുന്നത് എന്നുള്ളത് അമ്മക്ക് അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. രാഹുൽ നമ്മുടെ ഇന്ദുവിനെ ചതിക്കുകയാണെന്നുള്ളത് അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ അവസ്ഥ എന്താവും എന്നുള്ള ചിന്തയാണ് ഗോകുലിന്റെ മനസ്സിലുള്ളത്. പിന്നീട് ദാസാറിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും സംസാരിക്കുകയാണ്. രഘുവും അമ്പിളിയും ചീരവും കൂടി സംസാരിക്കാൻ കേട്ടോ. മഞ്ചാടിയൊക്കെ ഉണ്ട്. അപ്പോൾ പറയുകയാണ്, മാഷിനോട് ഇപ്പോൾ അനുപമയുടെ കാര്യങ്ങളൊന്നും തൽക്കാലം പറയേണ്ട, ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അത് താങ്ങാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ദാസാർ പറയണ, തൽക്കാലം അനുപമയുടെ കാര്യം ഇപ്പോൾ അറിയിക്കേണ്ട, അനുപമ സുശീലയെ അടിച്ചു എന്ന് കേട്ടാൽ അത് അങ്ങനെ സഹിക്കാൻ കഴിയില്ല. സുശീല അനുപമയെ അടിച്ചു എന്ന് കേട്ടാൽ അത്രയ്ക്ക് വലിയ പ്രശ്നമുണ്ടാവില്ല. ഇതിപ്പോൾ മരുമകൾ അമ്മായിയമ്മയെ അടിച്ചു എന്നാവുമ്പോൾ തെറ്റ് ആരുടെ ഭാഗത്താണ് എന്നൊന്നും കേൾക്കുന്ന സമയത്ത് അത്ര പെട്ടെന്ന് ആരും ചിന്തിക്കുകയില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അണ്ണനെ ഒന്നും അറിയിക്കേണ്ട എന്ന് പറയാണ്. നിങ്ങളെല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് ദയയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അമ്പിളിയും ചീരുവും രഘുവും കൂടി ദയയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ദയയെ കാണാൻ വേണ്ടി ശബരിയും അനിതയും രാമനാഥനും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ.
അങ്ങനെ ദയ രാമനാഥനെ കാണുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞോണ്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദയയാണെങ്കിൽ സെല്ലിനകത്തായിരിക്കും കേട്ടോ. അങ്ങനെ ദയ പൊട്ടിക്കരഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് രാമനാഥൻ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദയ പറയുകയാണ്, അച്ഛനോടൊക്കെ ഞാൻ മോശമായി പെരുമാറിയതിനെല്ലാം തന്നെയുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, എന്താ മോളെ നീ ഈ പറയുന്നത്, നീ എൻ്റെ സ്വന്തം മോള് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ദയയെ നന്നായിട്ട് തന്നെ ആശ്വസിപ്പിക്കുകയാണ് രാമനാഥൻ. ഈ സമയത്ത് അനിതയോടൊക്കെ ദയ നന്നായിട്ട് തന്നെ വിഷമത്തോടു കൂടി സംസാരിക്കുകയാണ്. ചേച്ചിയോടൊക്കെ ഞാൻ ഒരുപാട് മോശമായി പെരുമാറിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുമ്പോൾ, എന്താ ദയ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് നിന്നെ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ദയയോട് അനിതയും നല്ലതുപോലെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ആശ്വാസ വാക്കുകളൊക്കെ ദയയോട് പറയുകയാണ്. പിന്നീട് അമ്പിളിയും രഘുവും ഒക്കെ കാണാൻ വരുന്നുണ്ട്. പിന്നീട് അനുപമ ഭാനുമ്മയോട് പറയുകയാണ്, എത്ര കാലമായി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രേട്ടനും അമ്മയുമായിട്ട് ഓരോ പ്രശ്നങ്ങളാണ്, ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ആയിട്ട് കുറെ ആയല്ലോ, ഇനി എനിക്ക് മടുത്തു, എൻ്റെ മോനെ ഇങ്ങ് കിട്ടുകയാണെങ്കിൽ എന്നേക്കുമായി ഞാൻ ഇന്ദ്രേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോയേനെ, പിന്നെ ഇന്ദ്രേട്ടനുമായി ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലുമില്ല എന്ന് പറയണ്. അത് കേൾക്കുമ്പോൾ ഭാനുമ്മക്ക് വല്ലാത്ത വിഷമം വരികയാണ് കേട്ടോ. ഇന്ദ്രനുമൊത്ത് അനുപമ ഇനി പിരിയുകയാണെന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ഭാനുമ്മക്ക് സങ്കടം വരികയാണ്. സുശീല കാരണമാണ് ഇന്ദ്രൻ്റെ ജീവിതം നശിക്കാൻ പോകുന്നത്, ഇത്രയും നല്ല ഒരു മരുമകളെയും ഭാര്യയെയും ഇന്ദ്രനും സുശീലയ്ക്കും ഇനി കിട്ടുകയില്ല എന്നൊക്കെയാണ് കേട്ടോ ഭാനുമ്മ ആ സമയത്ത് അനുപമയെ കുറിച്ച് ചിന്തിക്കുന്നത്. എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ പിന്നെ ഇന്ദ്രേട്ടനുമായിട്ട് ഞാൻ ഒരു ജീവിതം ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കടുത്ത തീരുമാനം തന്നെയാണ് അനുപമ എടുക്കുന്നത്. ഇന്ദ്രനെ ഡിവോഴ്സ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരിക്കും കേട്ടോ അനുപമ തീരുമാനിച്ചിട്ടുണ്ടാവുക.